ഓണമൊക്കെ അല്ലേ, ഒരു യാത്രയായാലോ? വേളിയിലേക്കാണേ യാത്ര. ഒരുപാട് ചേട്ടന് നിർബന്ധിക്കേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ചേട്ടൻ വേളിയിലെത്തി ക്യൂവിൽ നിൽക്കുകയാണ്. നമ്മൾ അകത്തോട്ട് കയറി ടിക്കറ്റ് എടുത്ത ശേഷം അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വലിയ രസമാണ്. അങ്ങനെ അകത്തോട്ടൊക്കെ കാഴ്ചകളും കണ്ട്, മരങ്ങളും കണ്ട്, ആ പൂക്കളും കണ്ട് കുറേ നടന്ന് നടന്ന് നമ്മൾ നീങ്ങി. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേളി യാത്ര. വേളിയിലുള്ള എല്ലാ കാഴ്ചകളും മനസ്സിന് കുളിർമ നൽകുന്നതാണ് കേട്ടോ. എല്ലാവരും ഒരു ദിവസമെങ്കിലും അവിടെ പോകാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ദൂരം എത്തിയപ്പോഴത്തേക്കും കടലെത്തി. കടലിൻ്റെ കരയിൽ നിന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. രാവിലെ ആയിരുന്നു നമ്മൾ ഈ യാത്ര പോയത്. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തിച്ചേർന്നു. ആ കരയിൽ നിന്നപ്പോഴത്തേക്ക് കാറ്റും വെയിലും ഒക്കെ കൂടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കുതിര സവാരി നടക്കുന്നുണ്ടായിരുന്നു, വെയിലാണ് എങ്കിലും. ഓണമൊക്കെ അല്ലേ, ഇവിടെ തിരക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അധികം തിരക്കില്ല. അപ്പോൾ കുതിര സവാരി ചെയ്യണ കണ്ടിട്ട് എനിക്കൊരാഗ്രഹം, കുതിരപ്പുറത്ത് കയറ്റുമോ എന്നുള്ളത്. കുതിരയുടെ മീതെ കഴുതയ്ക്ക് സ്ഥാനമില്ല അത്രേ. എൻ്റെ ചേട്ടൻ്റെ കോമഡി. പിന്നെ ചേട്ടനുമായിട്ട് ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അച്ഛനും മക്കളും കൂടെ അങ്ങനെ ഗെയിം കളിക്കുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. ഗെയിം കളിച്ച് ക്ഷീണിതനായ അച്ഛൻ മക്കളെ കയ്യിലോട്ട് എറിയാൻ കൊടുത്തു. അവൻ എങ്ങോട്ടൊക്കെയാണ് വലിച്ചെറിഞ്ഞത്. പിന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ കുരങ്ങന്മാരോട് ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ് എൻ്റെ മൂത്ത പുത്രൻ. പിന്നെ വന്ന് കായലിൻ്റെ കരയിലിരുന്ന് പണ്ട് ഞാൻ ഉണ്ടാക്കി കളിക്കാറുള്ള ചീരാന്തി ഇല കൊണ്ടുണ്ടാക്കിയ പീപ്പ ഉണ്ടാക്കി കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ പാർക്കിൽ വന്ന് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് ആരെയൊക്കെ വായി നോക്കണുണ്ടേ. അതിൻ്റെ ഇടയിൽ അതും ശ്രദ്ധിച്ചിട്ട് രണ്ടുപേരും കൂടെ കളിക്കുകയാണ്. പിന്നെ എല്ലാ കാഴ്ചകളും കണ്ട് നടന്ന് നടന്ന് വന്നപ്പോഴാണ് അവിടെയുള്ള ട്രെയിൻ വന്നത്. ആ ട്രെയിൻ കണ്ടിട്ട് എൻ്റെ മക്കൾ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ പോകാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. നമുക്ക് കിട്ടാത്ത ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അതാണ് ഈ കാഴ്ചകൾ. എൻ്റെ മക്കൾക്ക് എല്ലാ സൗഭാഗ്യവും കൊടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെക്കൊണ്ടാകുന്നത് ഞാൻ കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ എൻ്റെ മക്കളെയും കൊണ്ട് ദാ സ്ലൈഡിലൂടെ കളിക്കുകയാണ്. എല്ലാവരും കളിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആകാംക്ഷ. അപ്പോഴാണ് ഒരു പ്ലെയിന് പോയത്. പ്രായം അതിനൊരു പരിധിയല്ലല്ലോ. ഞാൻ എപ്പോഴും പ്ലെയിന് പോകുമ്പോൾ നോക്കാറുണ്ട്. എനിക്ക് പ്ലെയിന് പോകുന്നത് ഇഷ്ടമാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ട് തിരിച്ച് വീട്ടിലെത്തി.